എസ്.എഫ്.ഐ നേതാവായിരുന്ന അജയ് പ്രസാദ് രക്തസാക്ഷിത്വ ദിനാചരണം ക്ലാപ്പനയിൽ നടത്തി. സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന, എസ്.എഫ്.ഐയുടെ നേതൃത്വത്തിൽ അനുസ്മരണ റാലി എന്നിവ നടത്തി. എസ്.എഫ്.ഐ നേതാവായിരുന്ന അജയ് പ്രസാദിന്റെ 18ാമത് രക്തസാക്ഷിത്വ ദിനാചരണമാണ് ക്ലാപ്പനയിൽ എസ്.എഫ്.ഐയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചത്. സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. എസ്.എഫ്.ഐയുടെ നേതൃത്വത്തിൽ സെന്റ് ജോസഫ് UP സ്കൂളിന് സമീപത്തു നിന്നും അനുസ്മരണ റാലിയും സംഘടിപ്പിച്ചു. കുറ്റിയടത്തുമുക്കിൽ അനുസ്മരണ സമ്മേളനം നടത്തി. എസ്.എഫ്.ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് ആദർശം സജി അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അവർ ഉയർത്തിപ്പിടിച്ചതുപോലെ ആശയത്തെ ആയുധം കൊണ്ട് പ്രതിരോധിക്കാൻ ഈ വിദ്യാർത്ഥി പ്രസ്ഥാനം ഈ കഴിഞ്ഞ 55 വർഷക്കാലങ്ങൾ മുന്നോട്ട് പോയിട്ടില്ല. അതിന്റെ കൂടിയാണ് ഞങ്ങൾ ഉയർത്തിപ്പിടിച്ച ആശയം. ആ ആയുധത്തെ, അതിന്റെ സംവിധാനത്തെ തകർക്കാൻ പ്രാപ്തിയുള്ള ആശയമാണ് ഈ വിദ്യാർത്ഥി പ്രസ്ഥാനം ഉയർത്തിക്കൊണ്ടുവന്നത്. അതുകൊണ്ടാണ് ഇന്ന് രാജ്യത്തിനകത്ത് ആകമാനം ഈ വിദ്യാർത്ഥിയുടെ സംഘടനയായി വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് മാറാൻ കഴിയുന്നത്. സഖാവ് അജയ് പ്രസാദിന്റെ ഓർമ്മ പുതുക്കുമ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇന്ന് രാജ്യത്തിനകത്തെ അല്ലെങ്കിൽ കേരളത്തിനകത്തെ ഈ കൊല്ലത്തിനകത്തെ കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥി പ്രസ്ഥാനമായി മാറാൻ ഈ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് മാറാൻ വേണ്ടി സാധിച്ചു. പക്ഷേ ഏറ്റവും വലിയ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ നിന്ന് അജയ് പ്രസാദിന്റെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ മുഴുവൻ വിദ്യാർത്ഥികളുടെ വിദ്യാർത്ഥി പ്രസ്ഥാനമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലാണ് സഖാവ് അജയ് പ്രസാദിന്റെ ഓർമ്മ പുതുക്കുന്നതിലൂടെ, സഖാവ് അജയ് പ്രസാദ് ഉയർത്തിയ മുദ്രാവാക്യങ്ങൾ പുതുക്കുന്നതിലൂടെ നമുക്ക് നേടാൻ കഴിയേണ്ടത്. എസ്.എഫ്.ഐ സംസ്ഥാന പ്രസിഡന്റ് M. ശിവപ്രസാദ് അജയ് പ്രസാദ് സ്മാരക മെറിറ്റ് അവാർഡുകൾ വിതരണം ചെയ്തു. ഏരിയ പ്രസിഡന്റ് മഹേശ്വർ അധ്യക്ഷത വഹിച്ചു. കേന്ദ്ര കമ്മിറ്റി അംഗം ആര്യ പ്രസാദ്, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഗോപികൃഷ്ണൻ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ നജീബ്, സുനി, സുധീന്ദ്രനാഥ്, കാർത്തിക് ആനന്ദ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ.